ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട കൃഷ്ണൻ ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞാണ് വളർന്നത്. അതുകൊണ്ടുതന്നെ ഒരു നല്ല ഭാര്യയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് കൃഷ്ണന്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. വിവാഹത്തിലൂടെ മാത്രമേ യഥാർത്ഥ സ്നേഹം ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള ആളായിരുന്നു കൃഷ്ണൻ. വിവാഹം ലക്ഷ്യമിട്ട് ഹൈദരാബാദിലേക്ക് വരുന്ന കൃഷ്ണൻ അവിടെ വെച്ച് സാൻവി എന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ കൃഷ്ണന് സാൻവിയോട് പ്രണയം തോന്നുന്നു. എന്നാൽ സാൻവി കൃഷ്ണന്റെ ചിന്തകൾക്ക് വിപരീതമായിരുന്നു. മദ്യപിക്കാനും ക്ലബ്ബിലെല്ലാം പോയി ജീവിതം എൻജോയ് ചെയ്യാനും അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. സാൻവിയുടെ ഇഷ്ടങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കൃഷ്ണന് തുടക്കത്തിൽ കഴിഞ്ഞില്ല. അവൻ തന്റെ ചിന്തകൾക്കനുസരിച്ച് സാൻവിയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. സാൻവി മുൻപ് പ്രണയിച്ചിരുന്നു എന്നറിഞ്ഞപ്പോഴും അവളുടെ വസ്ത്രധാരണത്തെയും കൂട്ടുകെട്ടുകളെയും കുറിച്ചുള്ള കൃഷ്ണന്റെ അഭിപ്രായങ്ങൾ അവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. തന്റെ സ്നേഹം കാരണം സാൻവി മാറാൻ തയ്യാറാകുമെന്ന് കൃഷ്ണൻ വിശ്വസിച്ചു. എന്നാൽ താൻ ഇഷ്ടപ്പെട്ട കൃഷ്ണൻ തന്നെ തന്റെ ഇഷ്ടങ്ങളെ മാറ്റാൻ ആവശ്യപ്പെടുന്നതിൽ സാൻവിക്ക് വിഷമം തോന്നി. ഇത് അവർക്കിടയിൽ വലിയ വഴക്കുകൾക്ക് കാരണമായി. ഒടുവിൽ കൃഷ്ണന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മുതിർന്നവർ ഇടപെട്ടു. അവർ കൃഷ്ണനെ പരസ്പര ബഹുമാനത്തിന്റെയും മറ്റൊരാളെ അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കാതെ സ്വീകരിക്കുന്നതിന്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊടുത്തു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയ കൃഷ്ണൻ സാൻവിയെ അവൾ എങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കാൻ തയ്യാറായി. പരസ്പരം മനസ്സിലാക്കിയതിനും സ്വന്തം ചിന്താഗതി മാറ്റിയതിനും ശേഷം കൃഷ്ണനും സാൻവിയും ഒന്നിക്കുന്നിടത്ത് ഈ കഥ അവസാനിക്കുന്നു.